എന്താ പാർവതി ഇത്? ഇത് ജാസ്മിനുള്ള ഫുഡാ. അയ്യോ, ഞാൻ സ്പൂൺ എടുക്കാൻ വിട്ടു. അയ്യോ ഗാർഗി, എന്താ ഇത്? അറിയാതെ കൈതട്ടി വീണു പോയതാ. ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. വേണ്ട വേണ്ട, സാരമില്ല, ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കൊള്ളാം. ഗാർഗി ഒരു കാര്യം ചെയ്യും. എന്താ? കിച്ചണിൽ നിന്ന് കുറച്ച് കറി എടുത്തിട്ട് വാ. അതിനെന്താ? മതി മതിയൊക്കെ എന്നാ പോയി വാ കഴിക്കും. പാർവതി, ഈ പ്ലേറ്റ് എടുത്ത് വയ്ക്കാം. നീ ഏതായാലും ആഹാരം കഴിച്ചതില് എനിക്ക് സന്തോഷമായി മോളെ. നീ കൈ കഴിയിട്ട് മുറിയിലേക്ക് വാ, ഞാൻ ബെഡ് വിരിച്ചിടാം. ജാസ്മിൻ, ഇനിയും നീ ഇതുപോലുള്ള നാടകങ്ങൾ കളിക്കരുത്. കളിച്ചാ ഇതുപോലെ നിനക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. നീയേ എനിക്കിട്ട് പണിയാൻ നോക്കിയല്ലേ, ആ പണി നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. ഇനിയെങ്കിലും നീ അത് ഓർത്തോ. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശാൽ സർ, അല്ല, ജാസ്മിന് ആഹാരം കഴിപ്പിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് വാരിക്കൊടുത്തത്. അപ്പം ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. അവളെ എങ്ങനെയെങ്കിലും ആഹാരം കഴിപ്പിക്കുക. അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ലല്ലോ. എന്തായാലും അവൾ ആഹാരം കഴിച്ചില്ലേ? ഞാൻ ജാസ്മിന് വാരിക്കൊടുത്തത് പാർവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലേ? ഏയ്, അതൊന്നും സാരമില്ല സർ. നമ്മളെ വിശ്വസിച്ചല്ലേ അവൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ അവൾക്കൊരു പ്രയാസവും വരാതെ, ഒരു കുറവും വരാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അവളെ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി
വിശാൽ സാറ് അവൾക്ക് വാരി കൊടുത്തു എന്ന് കരുതി അതില് എനിക്ക് ഒരനിഷ്ടവുമില്ല. ഞാൻ ആ പ്രവൃത്തിയിൽ കണ്ടത് വിശാൽ സാറിന്റെ നല്ല മനസ്സാ. അതില് ഞാൻ സന്തുഷ്ടയാണ്. മോളെ, തലനാരിഴയ്ക്കാ നീയും വിശാലും തമ്മിലുള്ള വിവാഹം മുടങ്ങിപ്പോയത്. ഇനി അത് നമുക്ക് നടത്തിയെടുക്കണമെങ്കിൽ നമ്മൾ വിശാലിനെ ട്രാപ്പിലാക്കി കെട്ടിക്കാനുള്ള പ്ലാനുകള് മാത്രം ഒരുക്കിയാ പോരാ. അവനെ നീ നിന്റെ വലയിൽ വീഴ്ത്താൻ നോക്കണം. അതിന് വേണ്ട നീക്കങ്ങളാണ് നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ജാസ്മിൻ, ഇത് ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞതാണ്. നീ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ രണ്ടാം വരവിൽ ഞാൻ അതിനുവേണ്ടി തന്നെയാ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ വിശാലിനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരൊഴിയാ ബാധയെ പോലെ പാർവതി വന്ന് കേറുകയല്ലേ. വിശാലിനെ തനിച്ച് കിട്ടുന്നതേ പ്രയാസമാണ്. അപ്പോഴാ ഇടയ്ക്കിടയ്ക്ക് ആ പിശാചിന്റെ വരവ്. അവൾ അതീവ ബുദ്ധിശാലിയാണ് ജാസ്മിൻ. നീ വെറുതെയല്ല ഇവിടെ വന്നു കയറിയെന്നുള്ള കാര്യം അവൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവള് നിന്റെ കാര്യത്തില് അതീവ ശ്രദ്ധാലുവായിരിക്കും. ആ ധാരണ എനിക്കും ഉണ്ട് ആന്റി. അതറിഞ്ഞു തന്നെയാ ഞാനും പെരുമാറുന്നത്. വിശാലിനെയും പാർവതിയെയും എങ്ങനെയും അകറ്റണം. അകറ്റിയേ മതിയാകും. അതത്ര എളുപ്പം സാധിക്കുന്ന കാര്യം അല്ല എന്ന് ജാസ്മിൻ അറിയാലോ. വിശാലിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവളാ ആ പാർവതി. അവള് പെട്ടെന്നൊന്നും വിശാലിനെ വിട്ടു പോവില്ല. നീ അവളെ കുറിച്ച് ചിന്തിക്കാതെ വിശാലിനെ എങ്ങനെ നിന്റെ കൈവെള്ളയിൽ ഒതുക്കാമെന്ന് ചിന്തിക്ക്. പതിയെ പതിയെ വിശാലിനെ എന്നോട് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ഞാൻ ഇപ്പൊ പ്രയോഗിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വിശാലിനോട് എനിക്ക് ആഹാരം വാരിത്തരാൻ പറഞ്ഞു. എന്തിനാ? ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയാണല്ലോ പ്രണയം ഡെവലപ്പ് ചെയ്യുന്നത്. എന്റെ ജാസ്മിൻ, നീ കാര്യം പറയൂ. ഞാൻ ആഹാരം വാരിത്തരാൻ പറഞ്ഞപ്പോ വിശാൽ ഒന്നും ചിന്തിക്കാതെ എനിക്ക് ആഹാരം വാരിത്തരാൻ തയ്യാറായി. പക്ഷേ എന്റെ നീക്കം മണത്തറിഞ്ഞിട്ടായിരിക്കണം. പാർവതി ഫുഡിൽ കൂടുതൽ എരിവും പുളിയും മസാലയും ഒക്കെ ചേർത്ത് കളഞ്ഞു. ആഹാ, അവൾ ആള് കൊള്ളാമല്ലോ. എരിവെന്ന് വെച്ചാലേ വയറൊക്കെ ഇങ്ങനെ കത്തുന്ന എരിവായിരുന്നു. ദേ, ഇപ്പോഴും അതിന്റെ പ്രയാസം മാറിയിട്ടില്ല. എന്നിട്ട് ആന്റിക്കൊക്കെ നല്ല രസമുണ്ടല്ലേ? നീ കാര്യം ഒന്ന് തെളിച്ചു പറയൂ ജാസ്മിൻ. എന്റെ ആന്റി, വിശാൽ എനിക്ക് ആഹാരം വാരി തരുമ്പോഴേ അവളും മുന്നിലുണ്ട്. എനിക്ക് അവളുടെ മുമ്പിൽ തോക്കാൻ പറ്റുമോ? അതുകൊണ്ട് എരിവ് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും കുറച്ച് ആഹാരം ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ മുഴുവനും കഴിക്കാനും പറ്റിയില്ല. സത്യം പറഞ്ഞ അതെനിക്ക് വലിയ ക്ഷീണമായിപ്പോയി. ഞാൻ അവളുടെ മുന്നിൽ തോറ്റു പോകുന്നതിന് തുല്യായില്ലേ? ശരിയാ, അത് നിനക്ക് ഷെയിമായി പോയല്ലോ. പാർവതി ഇങ്ങനെ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഓരോരോ പണികൾ വെച്ച വിശാലിനെ എനിക്ക് എന്റെ വഴിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവൻ എന്നോട് അടുക്കില്ല. മോളെ, അങ്ങനെ നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. പാർവതി നിനക്കെതിരെ എത്ര എട്ടിന്റെ പണി വെച്ചാലും വിശാലിനെ വളച്ചെടുത്തിട്ടേ നീ അടങ്ങുവെന്ന് നീ നിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നീ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ വിശാല് ദേ അവൻ പോലും അറിയാതെ നിന്റെ വലയിൽ വീണിരിക്കും. എടി, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ ഒക്കില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? വിശ്വാമിത്രന്റെ തപസ് മുടക്കിയ മേനകയെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? വിശാൽ ഏതായാലും യോഗിയൊന്നുമല്ലല്ലോ. നീ ഒന്ന് അറിഞ്ഞു പെരുമാറിയാ പിന്നെ അവൻ നിന്റെ പിന്നിൽ നിന്ന് മാറില്ല. അതിന് നീ കൂടുതൽ സമയം അവനോടൊത്ത് ചെലവഴിക്കണം. അതെങ്ങനെയാ? കൂടുതൽ സമയവും
ഓഫീസ് ബിസിനസ് എന്നുള്ള ചിന്ത മാത്രല്ലേ ഉള്ളൂ വിശാലിന്. ഓഫീസ് കഴിഞ്ഞാ പിന്നെ അവന് പാർവതിയെ മാത്രം മതി. അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ കൂടുതൽ സമയം വിശാലിന്റെ ഒപ്പം ചെലവഴിക്കേണ്ടത്? ആന്റി ആന്റി ഒരു വഴി പറഞ്ഞു താന്നേ. ആന്റി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടു. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആന്റി എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? പറഞ്ഞു തരാം. നീ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് വെച്ചാ മതി. സംഗതി വർക്കൗട്ട് ആവും. ഉറപ്പാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സുശീലാന്റിക്ക് എന്നെ ദത്തെടുക്കാൻ തോന്നിയത് വളരെ നല്ല കാര്യമായി. ആന്റി എന്നെ ദത്തെടുത്താ ഞാൻ ഈ കുടുംബത്തിലെ അംഗമാവും. എന്നിട്ട് വേണം ആ ഗാർഗിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ. എനിക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമാണെന്ന് ചോദിച്ച അവളെ കൊണ്ട് എൻ്റെ കാല് പിടിപ്പിക്കണം. ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കളികൾ സുശീലേൻ്റെ മുൻനിർത്തി തന്നെ കളിക്കാം. ആന്റി, ഇത് ഞാൻ ആന്റിക്ക് വേണ്ടി എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ. ആഹാ, ആന്റി ഇതൊന്ന് കുടിച്ചു നോക്കണം. ഇത് എത്രത്തോളം ശരിയായെന്നൊന്നും എനിക്കറിയില്ല. നീ ഉണ്ടാക്കിയ ചായയാണോ ഇത്? എന്തുപറ്റി എനിക്ക് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കാൻ? ചായ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോ ഇതുപോലൊരു ചൂട് ചായ കിട്ടിയ ആന്റി കുടിക്കില്ലേ? അത് ഞാൻ കുടിക്കും. നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. സാധാരണ നീ കിച്ചണിൽ കയറുന്ന ആളല്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി? എന്നെ പൂർണ്ണ മനസ്സോടെ ഈ വീട്ടിലെ അംഗമായിട്ട് ദത്തെടുക്കാൻ പോകുന്ന ആളല്ലേ സുശീലാന്റി. അങ്ങനെയുള്ളപ്പോ ആന്റിക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അത് എന്റെ ഉത്തരവാദിത്വമാണ്. അതിന്റെ തുടക്കമായത്. കൊള്ളാലോ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നെ ദത്തെടുക്കുന്ന ആളോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ജാസ്മിൻ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുമെന്ന് ആഗ്രഹിച്ചിട്ടോ നിന്നിൽ നിന്നും എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ നിന്നെ ദത്തെടുത്തത്. ഇവിടെ എല്ലാവരുടെയും മുമ്പില് ഈ വീട്ടിൽ നിനക്ക് എന്ത് അവകാശമാണെന്ന് ചോദിച്ചപ്പോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ നീ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി മോളെ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീയും ഞാനും തമ്മില് രക്തബന്ധമൊന്നുമില്ല. പക്ഷേ സ്വന്തം ചോരയിലുള്ളവരെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതും വളരെ ആത്മാർത്ഥമായിട്ട്. ആന്റി, ഞാൻ പറയട്ടെ, എന്നെ നീ ഒരു കളങ്കവും ഇല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കുമ്പോൾ നിന്നെ ഒരാൾ എന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചാൽ എനിക്കത് കണ്ടു നിൽക്കാനാവൂ? സത്യത്തിൽ ഗാർഗിയുടെ മുഖം അടിച്ചെന്ന് കൊടുക്കാനാ എനിക്ക് തോന്നിയത്. പിന്നെ രംഗം കൂടുതൽ വഷളാവണ്ടെന്ന് വിചാരിച്ച ഞാൻ സ്വയം നിയന്ത്രിച്ചത്.
അതൊരു കണക്കിന് നന്നായി ആന്റി. അപ്പൊ ആന്റി അവളെ തല്ലിപ്പോയിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആന്റിയെ കുറ്റപ്പെടുത്തിയേനെ. അങ്ങനെ ആരെങ്കിലും ആന്റിയെ പഴി പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പെരുമാറിപ്പോയേനെ. ഏതായാലും ആ സിറ്റുവേഷൻ ഒഴിവാക്കി കിട്ടിയല്ലോ. അവൾക്കിട്ടൊരെണ്ണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ വായടപ്പിക്കുന്ന തരത്തിൽ ഒരു മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ടാ അപ്പൊ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ എന്റെ മകളായി ദത്തെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോ ഗാർഗിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ആന്റീനെ ദത്തെടുക്കാൻ പോവാന്ന് പറഞ്ഞത്? ഏയ്, ഒരിക്കലുമല്ല. ഞാൻ നിന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞത് ഒരിക്കലും വെറുതെ അല്ല. ഞാൻ നിന്നെ ദത്തെടുക്കും. നിയമപരമായി തന്നെ ദത്തെടുക്കും. ഇനി മുതൽ നീ എന്റെ മകളാ, സ്വന്തം മകൾ. ഇനി നിനക്ക് ഇവിടെ എന്റെ മകളെന്ന സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ജീവിക്കാം. ആന്റി, ഇതിന് പകരം ഞാൻ ഞാൻ എന്ത് തന്നാലാ മതിയാവുക? ഒരു കാര്യം മാത്രം എന്റെ മോള് ചെയ്താ മതി. എന്താ എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഇനി മുതൽ മോൾ എന്നെ ആന്റി എന്ന് വിളിക്കരുത്. അമ്മ അമ്മന്ന് വേണം എന്നെ വിളിക്കാൻ. വിളിക്കുമോളെ, എന്നെ അമ്മാന്നൊന്ന് വിളിക്കേ. അമ്മേ, സന്തോഷായി മോളെ, എനിക്ക് ഒരുപാട് സന്തോഷായി. ഇവർക്കെന്താ ഭ്രാന്തായോ? എന്താ ആയിക്കോട്ടെ, അതിന്റെ ഗുണം എനിക്ക് തന്നെയാണല്ലോ. നീ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോകണം. വിശാലിനൊപ്പം പോയാലോ എന്നാണ് എന്റെ ചിന്ത. പക്ഷെ ഞാനത് പറഞ്ഞ വിശാൽ എന്നോട് ദേഷ്യപ്പെടുന്നൊരു പേടി. ഇത്രയല്ലേ ഉള്ളൂ, നീ ടെൻഷൻ ആവണ്ട. ഞാനിത് വിശാലിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വാ. വിശാൽ ഇറങ്ങിയോ? എന്താ ആന്റി? അതെ, നീ പോകുന്ന വഴിക്ക് എന്റെ മോള് ജാസ്മിനെ പാസ്പോർട്ട് ഓഫീസിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അയ്യോ ആന്റി, അത് എന്താ, നിനക്കതിന് പറ്റില്ലേ? അല്ല, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ പോകുന്നത്. അത് മാത്രമല്ല, പോയിട്ട് ഇത്തിരി തിരക്കുമുണ്ട്. ഓഫീസിൽ ചെന്നിട്ട് അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കാനുള്ള കുറച്ച് ജോലികളുണ്ട്. എന്താ മോനെ ഇത്? നീ വിചാരിച്ചാൽ ഇവളെ പാസ്പോർട്ട് ഓഫീസിന്റെ മുന്നിൽ ഇറക്കാവുന്നേ ഉള്ളൂ. എന്താ, എനിക്ക് വേണ്ടി നിനക്കത് ചെയ്യാൻ പറ്റില്ലേ? വിശാൽ, പ്ലീസ് വിശാൽ. വിശാൽ എന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് വിഷമാവും. എന്തിനാ മോനെ ഇവളെ വിഷമിപ്പിക്കുന്നേ? ശരി ശരി, കൂടെ പോന്നു. പാർവതി, ഞാൻ പോയിട്ട് വരാം. ആന്റി, ഞാൻ പോയിട്ട് വരാം ആന്റി. ആ, ആന്റി അല്ല, അമ്മ.
സോറി, പോയിട്ട് വരാമേ. ശരി മോളെ. അപ്പോ നിങ്ങള് അമ്മയും മോളും ആയി കഴിഞ്ഞല്ലേ? അതെ അതെ. ജാസ്മിനെ വിശാൽ സാറിനോടൊപ്പം വിട്ടാൽ ശരിയാവില്ല. ഇതെങ്ങനെങ്കിലും തടയണമല്ലോ. എന്താ ചെയ്യാ? വരൂ ജാസ്മിൻ. വിശാൽ സാർ, എന്താ പാർവതി? അത് എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അയ്യോ സോറി പാർവതി, ഇപ്പൊ സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല. ജാസ്മിനെ പാസ്പോർട്ട് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണ്ടേ എനിക്ക് ഓഫീസിലെത്താൻ? ഞാൻ ഓഫീസിലെത്തിയിട്ട് നിന്നെ വിളിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി. സാർ, അത് ബൈ. അയ്യോ പാർവതി, 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 പാർവതി.